വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത നടനാണ് ബാല. ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലുമെല്ലാം ആരാധകർക്ക് പ്രിയങ്കരനാണ് നടൻ. ഒരു തുറന്ന പുസ്തകം പോലെയാണ് ബാലയുടെ ജീവിതവും. കരൾ രോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയ നടൻ ഈ അടുത്താണ് രോഗത്തെ തോൽപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ അടുത്തിടെയായി ബാല വാർത്തകളിൽ കൂടുതലായും നിറയുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, തന്റെ മുൻ ഭാര്യയായിരുന്ന അമൃത സുരേഷിനെ കുറിച്ച് ബാല നടത്തിയ വെളിപ്പെടുത്തലുകളായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഈ അടുത്ത കാലത്തെ ചർച്ചാ വിഷയം. അമൃതയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും അതിനാലാണ് തന്റെ ആദ്യ വിവാഹബന്ധം തകർന്നത് എന്നുമായിരുന്നു ബാല അമൃതയെ കുറിച്ച് പറഞ്ഞത്. ഇതിന് പിന്നാലെ അമൃതയുടെ സഹോദരി അഭിരാമി ഉൾപ്പെടെ ബാലയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തന്റെ ആരോപണം വലിയ വിവാദമായ സാഹചര്യത്തിൽ അതിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ബാല. തന്റെ മകൾക്ക് 3 വയസ്സുള്ള സമയത്ത് മകളെ താൻ പീഡിപ്പിക്കുമെന്ന് കാട്ടി കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. മകളെ കാണാനുള്ള അവകാശം പോലും എപ്പോഴും നിഷേധിക്കുന്നു. ഇതിനെതിരെയാണ് താൻ ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് ബാല പറയുന്നത്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഹൈക്കോടതിക്ക് വിലയില്ലേ, സുപ്രീം കോടതിക്ക് വിലയില്ലേ, ഒരു ഓർഡറിന് വിലയില്ലേ? എല്ലാ മാസവും 2ാം ശനിയാഴ്ച എനിക്ക് കുട്ടിയെ കാണാൻ അനുവദിച്ചുള്ള ഉത്തരവുണ്ട്. ക്രിസ്മസ് അടക്കമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും കുട്ടി എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ബാല പറയുന്നത്. അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ തന്റെ മകൾ എത്ര ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവളുടെ ബയോളജിക്കൽ ഫാദർ താനല്ലേ, ഇനി അവൾ എത്ര പേരുകൾ പറയും എന്നും ബാല ചോദിക്കുന്നു. അതേസമയം 3 വയസ്സുള്ള മകളെ പീഡിപ്പിക്കുമെന്ന് കാട്ടി തനിക്കെതിരെ പോക്സോ കേസ് വരെ ഉണ്ടായിട്ടുണ്ടെന്നും ബാല പറയുന്നു. അതും അനുഭവിച്ച ഒരു മനുഷ്യനാണ് താനെന്നും ബാല പറയുന്നു. സത്യം കുറച്ചു പറഞ്ഞാലും കുറ്റം തന്റെ പേരിലാണ് എന്നും അദ്ദേഹം പറയുന്നു. മകളെ മഹാറാണിയെ പോലെ വളർത്താനാണ് താൻ ആഗ്രഹിച്ചത്. അവൾ എരുമമാട് പോലെ വളർന്നാലും വളർത്തുന്നതിന് ഒരു രീതിയുണ്ട്, തറവാടുത്തം എന്നൊന്നില്ലേ. അതിനുവേണ്ടിയാണ് താൻ ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് ബാലയുടെ വാദം. അതേസമയം കുറച്ചു നാളായി ബാലയ്ക്കൊപ്പം 2ാം ഭാര്യയായിരുന്ന എലിസബത്തിനെ കാണാനില്ലായിരുന്നു. എലിസബത്ത് എവിടെയെന്ന് തിരക്കി ആരാധകർ എത്താറുണ്ടെങ്കിലും ബാല ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്ന സംശയം ആരാധകരിലും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എലിസബത്ത് എവിടെയെന്ന ചോദ്യത്തിനും ബാല മറുപടി പറഞ്ഞിരിക്കുകയാണ്. താൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരേ ഒരു വാക്ക് പറയാം എന്ന് പറഞ്ഞാണ് ബാല തുടങ്ങിയത്. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഒപ്പമുണ്ടായിരുന്നവളാണ് എലിസബത്ത്. അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ താൻ ഇതുവരെയും എങ്ങും കണ്ടിട്ടില്ല. ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെ കുറിച്ച് പറയില്ല. എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. എലിസബത്ത് ഇപ്പോൾ എന്റെ കൂടെയില്ല, ഞാനും അവളുടെ കൂടെയില്ല. അത് വിധിയാണ്. ഇതിന്റെ മുകളിൽ ഇനി ഒന്നും ചോദിക്കരുത് എന്നാണ് ബാല പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.